ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ പൂമാനമേ ഒരു രാഗമേഹംത അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, നമുക്കതെടുക്കാം. അതൊരു കുട്ടി ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ആ പാട്ട് ചിത്രയാണ് പാടിയിരിക്കുന്നത്. ഞാൻ ഫീമെയിൽ വെർഷൻ അതിനടുത്ത് പ്രാക്ടീസ് ചെയ്തത്. അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് പരിശ്രമിക്കാം. അതേ സമയത്തിൽ അതിന് പറ്റിയ കോഡ്സ് നമുക്ക് നോക്കാം. ആ പാട്ടിനകത്ത് ഒത്തിരി സംഗതികളുണ്ട്. നമുക്ക് ആ സംഗതികളെല്ലാം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ആ പാട്ടെടുക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ ഈ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ഇപ്പോൾ ശുദ്ധധന്യസ രാഗമാണിത് ബേസ് ചെയ്ത് വന്നിരിക്കുന്ന. ശുദ്ധധന്യസ രാഗമാണ്, എങ്കിലും അന്യസ്വരങ്ങൾ പലതുണ്ട്. അപ്പോൾ ശുദ്ധധന്യസ രാഗത്തിൻ്റെ സ്വരസ്ഥാനം ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നും കൂടി കാണിച്ചു തരാം. ഷഡ്ജ, സാധാരണ ഗാന്ധാര, ശുദ്ധമധ്യമ, പഞ്ചമ, കൈഷിക നിഷാദം, പഞ്ചമ, ഷഡ്ജ. ഇതാണ് അവരോഹണം. ആരോഹണം ഇങ്ങനെയാണ് പോകുന്നത്. അവരോഹണം വരുമ്പോൾ ഷഡ്ജ, സാധാരണ അല്ല കൈഷിക നിഷാദം, പഞ്ചമ, ശുദ്ധമധ്യമ, ഇത് കണ്ട സാധാരണ ഗാന്ധാര, ഷഡ്ജ. ഇതാണ് ശുദ്ധധന്യ രാഗത്തിൻ്റെ സ്വരസ്ഥാനം. ആരോഹണം അവരോഹണം ഇങ്ങനെ വരുന്നത്. സ്കെയിൽ നോക്കിയാൽ ഇത് സീമേൻ്റെ സ്കെയിലാണ് ഈ പാട്ടിരിക്കുന്നത്. സീമേൻ്റെ സ്കെയിലിൻ്റെ സ്വരസ്ഥാനവും ഇതിൻ്റെ സ്കെയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പല ക്ലാസ്സിൽ ഇട്ടിട്ടുണ്ട്, എങ്കിലും പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇതുണ്ടോ. സി, ഡി, ഇ ഫ്ലാറ്റ്, എ, ജി, എ ഫ്ലാറ്റ്, ബി ഫ്ലാറ്റ്, സി. ഇങ്ങനെയാണ് ഒരു ഒക്ടേവ്. ഈ പാട്ട് ഇവിടം വരെ ഉണ്ട്, ലെന്ത് ഇതിൻ്റെ ഇവിടം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാട്ട് എടുക്കുമ്പോഴേ പെട്ടെന്ന് കുറേ കൊച്ചു ഗ്രേസ് നോട്ടുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം അങ്ങനെ അതിൻ്റെ സംഗതികളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റുമെന്നല്ല, ഇവത്തി എടുക്കുമ്പോൾ ഇത് പിയാനോ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് അതുപോലെ അങ്ങ് പിടിക്കാൻ പറ്റില്ല കേട്ടോ. വയലിനും മറ്റ് ഇൻസ്ട്രുമെൻറ്റും പോലെ അല്ല, ഇതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണേ. മിസ് കാണിച്ചത് ഇപ്പം ഉണ്ട്. ഇപ്പം പൂമാനമേന്ന് സാധാരണ ഫ്ലാറ്റായിട്ട് പൂമാനമേന്നല്ല പോകുന്നത്, ഊ ഇങ്ങനെ അങ്ങനെ നീട്ടിയാണ് പോകുന്നത്. അപ്പം അങ്ങനെ എടുക്കുമ്പോഴേ നമ്മളിങ്ങനെ ഇവിടെ തൊട്ടിട്ട് വേണം അവിടെ പോകാനായിട്ട്. ഇവിടെ വന്നു വീണ്ടും പിന്നെ ഇതാണ് ആദ്യം പല്ലവിയായിട്ട് ഇങ്ങനെ ഇത് വരും. വന്നതിന് ശേഷം അനുപല്ലവി വരുമ്പോഴേ ഇങ്ങനെ ഇപ്പം ഇവിടെ ഇങ്ങനെ പൂവെന്നുള്ള കുറച്ച് ഒരു ബീറ്റ് ഇങ്ങനെ പഞ്ചായിട്ട് വന്നു. അതുകൊണ്ട് എങ്ങനെ മിസ് ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല മിസ് അതെല്ലാം ഫിംഗറിലാണ് എവിടെയെല്ലാം ഫിംഗർ വെച്ചതെന്നല്ലേ. ഇത് മിസ് എടുത്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. മിസ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആരെങ്കിലും പാട്ട് ആവശ്യപ്പെടുമ്പോഴേ, ഒരു കുട്ടി ആവശ്യപ്പെട്ടതായി പാട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇപ്പം ഞാൻ ഇതെടുത്ത് പ്രാക്ടീസ് ചെയ്തപ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ നിങ്ങളത് കേട്ടുകൊണ്ട് എടുത്തിട്ട് നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് ശരിയായിട്ട് എടുത്തോണം. അപ്പോൾ നമ്മളിപ്പോൾ മിസ് എടുത്തപ്പോൾ ഇത് കണ്ട പൂമാനമെന്ന് ഇങ്ങനെ എടുത്തത്, ഇത് ഇവിടെ തൊട്ടിട്ടാണ് പോകുന്നത്. എന്താ പൂവെന്ന് പറയുമ്പോൾ ഇങ്ങനെ അപ്പോൾ ഒറ്റ ഓരോ ഫിംഗർത്ത് ഇങ്ങനെ കാണിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കണ്ടോ വീണ്ടും ഇതെൻ്റെ
സംഗതികളൊന്നും ആടായിട്ടില്ല കേട്ടോ. അത് കഴിയുമ്പോൾ ഇത് കണ്ടോ, അത് കഴിയുമ്പോൾ ഉണ്ടോ. അപ്പോൾ ഇതാണ് ഇങ്ങനെ പല്ലവി ഇങ്ങനെ പല്ലവി പെട്ടെന്ന് എടുക്കേണ്ടത് കൊണ്ടാണ് മിസ് ഇങ്ങനെ ഓരോ ഫിംഗർ വെച്ചെടുത്ത് കാണിച്ചു തരാൻ സാധിക്കുന്നില്ല. അവരെ എടുത്തു വരുമ്പോൾ പാട്ട് വേറെ പാട്ടുമാരായിപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂൺ പോലും വരത്തില്ല. അത്രയ്ക്ക് ഇത് ചിത്രം വളരെ മനോഹരമായിട്ട് പാടിയിരിക്കുന്ന പാട്ട്. അതിന് സമയത്ത് ഇതിനകത്ത് ഒത്തിരി സംഗതിയുണ്ട്. പക്ഷേ ചിത്രം അത് പെട്ടെന്ന് ഇങ്ങനെ ആ സംഗതികൾ അത്ര ഇതായിട്ട് എടുത്തിരിക്കുന്നത്. അത് ഈ കീബോർഡിൽ എങ്ങനെയായി പിയാനോയിൽ അത് എങ്ങനെ എടുത്ത് കാണിക്കണമെന്ന് തന്നെ അതിപ്പോൾ എടുത്തു വരുമ്പോൾ അതിൻ്റെ ടൈം ഔട്ടാകുന്നു. അത് എടുക്കാം, പക്ഷേ ടൈം ഔട്ടായി പോകും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ പിന്നെ അനുപല്ലവി വരുമ്പോൾ ഇതുണ്ട്, ഉണ്ടോ 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 ഉണ്ടോ. ഉണ്ടാ ഇത് അനുപല്ലവിയും പല്ലവിയും പോയിക്കുന്നത് ഇതുപോലെ തന്നെ കേട്ടോ. ലിറിക്സ് മാത്രം മാറ്റമുള്ളൂ, കീസ് ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കീയെ തൊട്ടിട്ടാണ് വരുന്നത്, പക്ഷേ ആ കീയെ തൊടുന്ന സമയം നമുക്ക് ഒറ്റയ്ക്കുന്നത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് മാറ്റണം. അത് കൊച്ചുകുട്ടൊക്കെ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല മിസ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കീയെ പിടിച്ച് വരുമ്പോൾ ഈ പാട്ട് വേറെ മാറിയായിപ്പോയി. ഇപ്പോൾ തന്നെ മിസ് എടുത്തിട്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലെന്ന് മിസ്സിനറിയാം. പക്ഷേ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മിസ് ഇങ്ങനെ എടുത്തത് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ പൂവെന്നിങ്ങനെ വന്ന് ഇവിടെ വന്ന് തൊട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് അത്രയും ഒരിതാകുന്നത്. ആ ഒരു പൂവിനാണ് മാനം വരുന്ന പിന്നെയും തിരിച്ചു വരുന്നത് കണ്ടോ. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഓരോ നോട്ടാടിയും എടുത്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പിന്നെ ഇതിന് പറ്റിയ കോഡ് വന്നിട്ട് എല്ലാ കോഡ്സുകളും ഇതിന് മാച്ചാകുന്ന പോലെ കാര്യം സി മൈനർ. ഇപ്പം നോക്കി ഇതിൽ ഈ സ്വരം ഉണ്ടല്ലേ, ഇതുണ്ട് അല്ലേ, എല്ലാ സ്വരവും വന്നിട്ടുണ്ട്. ഇപ്പോൾ ശുദ്ധസന്യാസി രാഗത്തിൻ്റെ സ്വരം എന്ന് പറഞ്ഞാലും ശുദ്ധസന്യാസി രാഗത്തിന് ഈ സ്വരങ്ങളൊക്കെ അന്യസ്വരങ്ങൾ വന്ന് കയറിയിട്ടുണ്ട്, ഇത് രണ്ടും ഇതും. അപ്പം നമുക്കിതിനകത്ത് സി മൈനർ കോഡ് എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, സി മൈനർ കോഡ് എടുക്കാം. അതേസമയം നമുക്ക് ജി മൈനർ കോഡും പിടിക്കാം കണ്ടോ. എഫ് മൈനർ കോഡ് പിടിക്കാം, ആവശ്യമെങ്കിൽ എഫ് മേജർ കോഡ് പിടിക്കാം. കാരണം നമുക്ക് ഈ നോട്ട് വന്നിട്ടുണ്ട്, ഇതും വന്നിട്ടുണ്ട് ഇതിനകത്തെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം. അതേസമയം നമുക്ക് ബി ഫ്ലാറ്റ് മേജർ പിടിക്കാം. കണ്ടോ, ബി ഫ്ലാറ്റ് മേജർ പിടിക്കാം. ഇതെല്ലാം ഈ സ്വരങ്ങൾ ഇരുപത്തിയുള്ള ഈ പാട്ടിലുള്ള സ്വരങ്ങളാണ്. പിന്നെ നമുക്ക് ബി ഫ്ലാറ്റ് 6 പിടിക്കാം. കണ്ടോ, ഇതെല്ലാം ഇതിനകത്തുണ്ട്, ഈ സ്വരങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് വന്ന് ഇ ഫ്ലാറ്റ് മേജർ പിടിക്കാം. കണ്ടോ, അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ കോഡ് ഇതിനകത്ത് എല്ലാ സ്വരവും വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആ സ്വരമില്ല ഈ സ്വരമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കോഡ് ഇതേ പിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ വന്നിട്ട് നമ്മൾ ബോർഡിൽ എഴുതിയിരിക്കുന്ന എ ഫ്ലാറ്റ് മേജർ 7 ആണ്. അപ്പോൾ എ ഫ്ലാറ്റ് മേജർ 7 നമ്മൾ എങ്ങനെ പിടിക്കും? ഇ ഫ്ലാറ്റ് സി, പിന്നെ എ ഫ്ലാറ്റ് ജി പിടിക്കും. ഇത് കണ്ടോ. ഇപ്പോൾ എ ഫ്ലാറ്റ് മേജർ 7 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോഡല്ല കേട്ടോ, ഇത് ഓർഡറായിട്ട് മിസ് ഇട്ടിരിക്കുന്നതാണ്, ഓർഡറായിട്ട് മിസ്. പക്ഷേ ഈ സ്വരങ്ങളെല്ലാം നമ്മൾ എടുത്ത പാട്ടിനകത്തുണ്ട് കണ്ടോ. ഈ സ്വരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാട്ടിനകത്ത് ഇത് പിടിക്കുന്നതിനകത്തും കുഴപ്പമൊന്നുമില്ല, ഇതുണ്ട്. എങ്കിലും മിസ് ഇത് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുക. ഇത് വന്ന് എ ഫ്ലാറ്റ് മേജർ 7 ആയത് കണ്ടോ. മൈനർ 7 ആണ്. നമ്മൾ എന്താ ചെയ്യുക? ഈ ഫിംഗർ എടുത്ത് നമ്മൾ ഇവിടോട്ട് വെക്കും, ഈ ഫിംഗർ ഇവിടെ നിന്ന് പൊക്കും. ഏത് ലിറ്റിൽ ഫിംഗർ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ വന്ന് സി ഷാർപ്പ് എന്ന് പറയരുത്. ഇതിപ്പോൾ നമ്മളിവിടെ ഇത് ജിയുടെ ഫ്ലാറ്റായിട്ടാണ് പിടിക്കുന്നത്. ഈ കോഡിൽ ഇങ്ങനെ പറയുന്നത് ജി ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, സി ഫ്ലാറ്റ്. ഇത് സി ബി അല്ല, ഇതിനകത്ത് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഇത് ബി അല്ല, സി ഫ്ലാറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഇ ഫ്ലാറ്റ്. ഇങ്ങനെ 4 ഫ്ലാറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ മേജർ ആകുമ്പോൾ എ ഫ്ലാറ്റ് മേജർ 7 ആകുമ്പോൾ ഇതെടുത്ത് സിയിലേക്ക് വെച്ച് അപ്പോൾ ഈ ഫ്ലാറ്റ് മാറി കിട്ടി.
ഇതെടുത്ത് നമ്മൾ ജിയിലേക്ക് വെച്ച് അപ്പോൾ അവിടെ ഈ ഫ്ലാറ്റ് മാറി കിട്ടി കണ്ടോ. അങ്ങനെ ഇപ്പോൾ 2 ഫ്ലാറ്റ്. അതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാൻ. ഇത് ബോർഡിലുണ്ട്. നമുക്ക് ബോർഡിലേക്ക് നോക്കാം. അപ്പോൾ ഇതും മിസ് കാണിച്ചു തന്നാൽ നിങ്ങളത് എടുക്കാൻ പരിശ്രമിക്കുക. എയുടെ കോഡ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ എ ഫ്ലാറ്റ് മേജർ 7th. ഇത് കണ്ടോ, സിയും ജിയും ഇവിടെ നമുക്ക് ഫ്ലാറ്റ് അല്ല കേട്ടോ, അത് നാച്ചുറൽ നോട്ടാണ്. 1 2 4 5 ആണ് ഫിംഗറിങ്. എ ഫ്ലാറ്റ് മേജർ 7th. മൈനർ 7th ആയപ്പോൾ എന്ത് സംഭവിച്ചു? എ ഫ്ലാറ്റ് -7th ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ എ ഫ്ലാറ്റ് -7th വന്നപ്പോൾ എല്ലാം ഫ്ലാറ്റായിട്ട് അങ്ങ് മാറി അല്ലേ. ഇവിടെ 2 നാച്ചുറൽ ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ 4 ഫ്ലാറ്റ് വന്നല്ലേ. ഇ ഫ്ലാറ്റ്, ജി, സി ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കൈ വയ്ക്കുക? ബിയിൽ വെക്കും കേട്ടോ. പിന്നെ എ ഫ്ലാറ്റ്, പിന്നെ ജി ഫ്ലാറ്റ്. ജിയുടെ ഫ്ലാറ്റ് എന്തുവാ? എഫിൻ്റെ ഷാർപ്പാണ്. പക്ഷെ നമ്മളിവിടെ ഫ്ലാറ്റായിട്ടാണ് അതിനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇ ഫ്ലാറ്റ്, സി ഫ്ലാറ്റ്, എ ഫ്ലാറ്റ്, ജി ഫ്ലാറ്റ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാൻ ഇത്രയാണുള്ളത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിച്ചാൽ മതി കേട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കൂടെ പ്രാക്ടീസ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. ഒരു പ്രാവശ്യം എടുക്കുമ്പോഴേ കിട്ടുന്നില്ലല്ലോ, ഇത് പ്രയാസമാണല്ലോ എന്ന് വിചാരിച്ച് ഇട്ടിട്ട് പോകരുത്. വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോഴേ നിങ്ങൾക്ക് നന്നായിട്ട് മ്യൂസിക്കിൽ വളരാൻ സാധിക്കുകയുള്ളൂ. മ്യൂസിക്കിൽ വളരാൻ ക്ഷമ കുറച്ച് ആവശ്യമാണ്. ഒറ്റ പ്രാവശ്യം എടുത്തിട്ട് അയ്യോ ഇത് കിട്ടുന്നില്ല മിസ്സേ, ഇത് ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് നടക്കത്തില്ല. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കൽ നിങ്ങളെ കൊണ്ടും സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.